ഹായ് ഹലോ എവറി വൺ വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ഏവർക്കും പ്രിയങ്കരനായ ഒരു എഴുത്തുകാരനും സംവിധായകനെ പറ്റി സംസാരിക്കാനാണ്. മറ്റാരുമല്ല, ലോഹിതദാസ് അല്ലേ? അതെ. ഇപ്പോൾ ലോഹിതദാസ് വിട പറഞ്ഞിട്ട് 16 വർഷമാവുന്നു. അത് 2009 അദ്ദേഹം വിട പറഞ്ഞത്. ഇപ്പോൾ ലോഹിതദാസിനെ കുറിച്ച് പറയുമ്പോൾ ലോഹിതദാസ് എന്ന് പറയുന്ന എഴുത്തുകാരനും ലോഹിതദാസ് എന്ന് പറയുന്ന സംവിധായകനും ഏറ്റവും ഇഷ്ടപ്പെട്ട ലോഹിതദാസ് സിനിമകൾ ഏതൊക്കെയാ? തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു 2-3 ലോഹിതദാസ് സിനിമകൾ. തനിയാവർത്തനം, അമരം, കിരീടം, ഇതൊക്കെ ഇങ്ങനെ പറയുകയാണെങ്കിൽ കുറെ പറയാനുണ്ട്, അങ്ങനെ എണ്ണി തീരത്തില്ല. അതായത് ഇപ്പോൾ ലോഹിതദാസ് ശരിക്ക് നാടകത്തിലൂടെയാണ് സിനിമയിൽ വരുന്നത്. ഇപ്പോൾ ലോഹിതദാസ് തനിയാവർത്തനമാണ് ലോഹിതദാസിന്റെ ആദ്യത്തെ സ്ക്രിപ്റ്റ് എഴുതിയ സിനിമ. അതിന് തന്നെയാണ് ആദ്യത്തെ മികച്ച കഥയ്ക്കുള്ള സ്റ്റേറ്റ് അവാർഡ് ലോഹിതദാസിന് കിട്ടിയത് 87 അപ്പോൾ തനിയാവർത്തനത്തെ കുറിച്ച് പറയുമ്പോൾ അതിൽ മമ്മൂക്കയാണ് ഹീറോ ആയിട്ട് അഭിനയിച്ചത്. അപ്പോൾ അന്ന് മമ്മൂക്ക തിരക്കിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മമ്മൂക്കയുടെ ഇച്ചിരി മോശമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അതായത് ന്യൂഡൽഹിയിലൂടെയാണ് തിരിച്ചു വരിക. അപ്പോൾ ഏകദേശം അന്ന് സിബി മലയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു സിനിമ സംഭവിച്ചപ്പോൾ അതിന്റെ ഷൂട്ടിംഗ് തുടങ്ങി 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് മമ്മൂക്ക ലൊക്കേഷനിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ മമ്മൂക്കയ്ക്ക് ശരിക്കും ആ സ്ക്രിപ്റ്റിനോട് അല്ലെങ്കിൽ ആ ഒരു സിനിമ അത്ര താല്പര്യമില്ല. കാരണം ഇത് ഓടുമായിരിക്കും എന്നുള്ള ഇതിലാണ് നിൽക്കുന്നത്. ആ സമയത്ത് തന്നെ ഫാസിൽ സാറിന്റെ വേറൊരു സിനിമ മണിമുത്തൂരിലെ 1000 ശിവരാത്രികൾ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ട് തുടങ്ങുകയും നടക്കുക. അപ്പൊ ആ സിനിമയാണ് നമുക്ക് പ്രതീക്ഷ അർപ്പിച്ചിരുന്നത്. അപ്പൊ ഇതിൽ വന്ന പുതിയൊരു റൈറ്ററാണ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു അത്ര താല്പര്യം പ്രകടിപ്പിച്ചു. അതായത് ഒരു പുതിയൊരു എഴുത്ത്. പക്ഷെ മമ്മൂക്കയ്ക്ക് മുമ്പേ ലോഹിതദാസിനെ കുറിച്ച് കേട്ടിരുന്നു. എനിക്ക് തോന്നുന്നു മമ്മൂക്കയുടെ മുമ്പത്തെ വേറെ ഏതോ ഒരു സിനിമയിൽ വേറെ റൈറ്റർ എഴുതിയെന്നോ തിരുത്താനെന്തോ ലോഹിത് സാറിനെ വിളിക്കുകയോ അങ്ങനെ എന്തോ ഒരു പരിചയം ഇവർ തമ്മിലുണ്ട്. അങ്ങനെ ലോഹിതദാസ് അപ്പോൾ നമുക്ക് ലോഹിതദാസിന്റെ അടുത്ത് പോകുന്നു. അതായത് സ്ക്രിപ്റ്റ് ആയിട്ട് റൈറ്ററുടെ അടുത്ത് വരാൻ പറയുന്നു. എന്തോ മമ്മൂക്ക സംസാരിച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മമ്മൂക്ക വന്ന് സിബി മലയുടെ അടുത്ത് പറഞ്ഞത്, ഇയാൾ ചില്ലറക്കാരനല്ല, എൻ്റെ എല്ലാ ചോദ്യത്തിനും ആളുടെ ഉത്തരവുണ്ടെന്ന്. അതാണ് ഒരു എഴുത്തുകാരൻ. അത് മാത്രല്ല, ആ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മമ്മൂക്കയുടെ ഒരു ഫിലിമോഗ്രഫി എടുക്കുമ്പോൾ നമുക്ക് തനിയാവർത്തനം അങ്ങനെ മിസ്സാവാൻ്റെ ആഗ്രഹത്തിലത്തൊരു സിനിമയാണ് ഈ തനിയാവർത്തനം അല്ലേ? പെട്ടെന്ന് പറയുമ്പോഴും എല്ലാവരും പണ്ടത്തെ ഒരു പടം മമ്മൂക്കയുടെ ആലോചിക്കുമ്പോൾ തന്നെ തനിയാവർത്തനം എന്തായാലും ഉണ്ടാവും. അതായത് തനിയാവർത്തനം ഇപ്പോഴും MT ആണ് എഴുതിയെന്ന് വിശ്വസിക്കുന്ന ഒരാളുകളുണ്ട്. കാരണം അതുവരെ MT ആയിരുന്നു അതുപോലത്തെ സ്ക്രിപ്റ്റ് എഴുതിയിരുന്നത്. അവിടെ നിന്നാണ് ഒരു വേറെ തരത്തിലുള്ള, അതായത് ലോഹിത് സാറിനെ പോലെ ഒരാൾ വന്നു. അത് MT-യോളം തന്നെ ഉള്ള ഒരു ലോഹിത് സാറിനെ കുറിച്ച് പിന്നെ മെയിൻ നമ്മൾ പറയേണ്ടത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ളത് സിബി മലയിലാണ്. അത് എനിക്ക് തോന്നുന്നു ഒരു 10-ന് മുകളിൽ സിനിമകൾ സിബി മലയിലാണ് സംവിധാനം ചെയ്തത്. കുറേ, അതായത് ഐ ശശി, ജോഷി, ഇവർക്കൊക്കെ സിനിമകൾ എഴുതി കൊടുത്തിട്ടുണ്ട്. കമൽ സംഭവിച്ചില്ല. ചക്രം അറിയുമായിരിക്കുമല്ലോ, ചക്രം സിനിമയെ കുറിച്ച്. ചക്രം മോഹൻലാൽ ദിലീപും അഭിനയിക്കാൻ വിദ്യാബാലന്റെ ആദ്യത്തെ സിനിമ ലോഹിത് സാർ എഴുതണമായിരുന്നു, കമൽ ഡയറക്ട് ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ ആ സിനിമ പകുതിയിൽ വെച്ച് മുടങ്ങിപ്പോയി. പിന്നീട് ലോഹിത് സാർ അത് പൃഥ്വിരാജിനെയൊക്കെ വെച്ച് ചെയ്തു. ലോഹിത് സാറിനെ കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, പണ്ട ഒരു നിർമ്മാതാവാണെന്ന് തോന്നുന്നു, ഞാൻ മറന്നുപോയി, ആരോ ഒരാൾ എഴുതിയിരുന്നു. അതായത് ലോഹിതദാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി എല്ലാവരുടെയും ഒരു രക്ഷകനാണ്. അതായത് ഒരു ഫീൽഡ് ഔട്ട് ആവുക അല്ലെങ്കിൽ പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു സംവിധായകൻ, പുതിയതായിട്ട് സംവിധാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു അസോസിയേറ്റ് ഡയറക്ടർ, അതായത് സ്വതന്ത്ര സംവിധായകനാവാൻ ആഗ്രഹിക്കുന്ന ഒരു അസോസിയേറ്റ് ഡയറക്ടർ, അല്ലെങ്കിൽ ഒരു ഇത്തിരി ക്ഷീണത്തിൽ നിൽക്കുന്ന ഒരു നിർമ്മാതാവ്. ആ നിർമ്മാതാവിനെ ഒന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു ഓണത്തിനോ വിഷുവിനോ ഒരു സിനിമ ചെയ്യണം. അല്ലെങ്കിൽ ഒരു താരമൂല്യം ഒന്ന് ഡൗൺ ആയി നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു ഹിറ്റ്, അല്ലെങ്കിൽ ഒരു മികച്ചൊരു കഥാപാത്രം ആവശ്യപ്പെടും അത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നടൻ, ഇവർക്കൊക്കെ ഒരു രക്ഷകനായിരുന്നു ലോഹിതദാസ്. അതായത് ലാൽ ജോസ് അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്ന സമയത്ത്, അതായത് ഇൻഡിപെൻഡന്റ് ആവുന്ന മറവത്തൂർ കനവ് 98-ലാണ്. അതിന് എത്രയോ വർഷം മുമ്പ് വാതു ഡോക്ടറാണെന്ന് പറയുന്ന സിനിമ 92-ലോ 93-ലോ ചെയ്യുമ്പോൾ അതിന്റെ അസോസിയേറ്റ് ആയിരിക്കുന്ന സമയത്ത് അതിന്റെ പ്രൊഡ്യൂസർ പറഞ്ഞത്, ലാൽ ജോസിന് ഒരു സിനിമ സംവിധാനം ചെയ്തോളൂ, ഞാൻ നിർമ്മിക്കാം എന്ന് പറഞ്ഞപ്പോൾ ലാൽ ജോസ് പറഞ്ഞത്, ലോഹിതദാസ് അല്ലെങ്കിൽ ശ്രീനിവാസൻ ഇവരുടെ സ്ക്രിപ്റ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ സിനിമ ചെയ്യാം. അതായത് ശ്രീനിവാസൻ അതിലും സീനിയർ ആണ്, ശരിക്കും ലോഹിതദാസിനെക്കാട്ടും സീനിയർ ആണ് ഇൻഡസ്ട്രിയിൽ. അപ്പോൾ അതായിരുന്നു ലോഹിതദാസിന്റെ ഒരു ഇത്. ഇപ്പോൾ നമുക്കിപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ സിബി മലയിലും ആദ്യം ഈ നമ്മൾ മുത്താരംകുന്ന് സിനിമയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. മുത്താരംകുന്ന്, അത് കഴിഞ്ഞിട്ട് ചേക്കേറാനും ചില്ല, അങ്ങനെ 2-3 സിനിമകൾ കഴിഞ്ഞിട്ടാണ് തനിയാവർത്തനം. എനിക്കൊന്ന് 4ാമത്തെ സിനിമയാണ് തനിയാവർത്തനം. പക്ഷെ തനിയാവർത്തനമാണ് ലോഹിതദാസ് എന്ന സംവിധായകനെ ശരിക്കും ഒരു ഇൻഡസ്ട്രിയിൽ അടയാളപ്പെടുത്താന്ന് പറയില്ലേ, അത് തനിയാവർത്തനമാണ്. അപ്പോൾ ലോഹിതദാസ് ആണ് ആ ഒരു കാര്യത്തിൽ സിബി മലയിലെ ഒരു രക്ഷകൻ എന്ന് പറയുമ്പോൾ പുള്ളിക്ക് ഒരു ബ്രേക്ക് കൊടുത്തു. അതേപോലെ നമ്മൾ സിബി മലയുടെ കരിയറിൽ ഏറ്റവും മികച്ച സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 80% ലോഹിതദാസ് 80% ലോഹിതദാസിന്റെ സ്ക്രിപ്റ്റുകളായിരിക്കും. അതേപോലെ
ഒരുപാട് പുതിയ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പുതിയ സംവിധായകർക്ക് ലോഹിദാസ് ഡേറ്റ് കൊടുക്കുക, അല്ല സ്ക്രിപ്റ്റ് കൊടുക്കുന്നത്. സുരേഷ് ഉണ്ണിത്താൻ എന്ന് പറയുന്ന സംവിധായകൻ പത്മരാജന്റെ ഒക്കെ അസോസിയേറ്റ് ആയിരുന്നു. സുരേഷ് ഉണ്ണിത്താൻ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ജാതകം, അത് ലോഹിദാസിന്റെ സ്ക്രിപ്റ്റാണ്. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സിനിമ രാധാമാധവം ലോഹിദാസാണ്. ഇതുപോലെ ചകോരം എന്ന് പറഞ്ഞ എം എ വേണു അല്ല ചകോരം എം എ വേണുവാണ്. ചകോരം എന്ന് പറയുന്ന ഒരു സിനിമ എനിക്ക് കൊണ്ടുവന്നത് മുരളിയും ശാന്തികൃഷ്ണയാണ്. അതിൽ ശാന്തികൃഷ്ണയ്ക്ക് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് ലോഹിദാസാണ് സ്ക്രിപ്റ്റ്. അതേപോലെ ആധാരം എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ട്, അത് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അതിലൊരു പാട്ടൊക്കെ ഭയങ്കര ഹിറ്റാണ്. നമ്മുടെ സുധീഷൊക്കെ ഗീതയൊക്കെ അഭിനയിച്ച മഞ്ചാടി മണി എന്ന് പറയുന്ന പാട്ടൊക്കെ ഉണ്ട്, അത് ലോഹിദാസാണ് സ്ക്രിപ്റ്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ ഏതൊക്കെയോ സിനിമകൾക്ക് മികച്ച നവാഗത സംവിധായകനുള്ള അവാർഡ് ഈ പറയുന്ന സിനിമകളുടെ ഒക്കെ സംവിധായകൻ കിട്ടുന്നത് അതൊക്കെ ലോഹിദാസിന്റെ സ്ക്രിപ്റ്റ് ആയിരുന്നു. സുന്ദരദാസ് ലോഹിദാസിന്റെ ചെറുപ്പം മുതലുള്ള സുഹൃത്താണ്. ലോഹിദാസ് വഴി സി ബി മലയിലെ അസിസ്റ്റന്റ് ഡയറക്ടറായ ആളാണ് സുന്ദരദാസും ഇൻഡിപെൻഡന്റ് ഡയറക്ടറായത് സല്ലാമും ലോഹിദാസാണ്. അപ്പോൾ ഈ പറയുന്ന ഇത്രയും സംവിധായകർ സിനിമയിൽ വന്നത് ഒരുപക്ഷെ ലോഹിദാസിന്റെ സ്ക്രിപ്റ്റിന്റെ പിൻബലം ഉള്ളതുകൊണ്ടാണ് ഇവരൊക്കെ വന്നത്. പിന്നെ ഈ ലോഹിതദാസിന്റെ സ്ക്രിപ്റ്റ് എടുത്ത് നോക്കിയാലും ഭയങ്കര നല്ല രീതിയിലാണ് ഒരു ഇമോഷണലി നമുക്ക് കണക്ട് ചെയ്യുന്ന കുറെ ഫാക്ടേഴ്സ്. അതായത് ഈ നമ്മൾ നേരത്തെ എം ടിയെ കുറിച്ച് പറഞ്ഞ പോലെ എം ടി വേറൊരു തരത്തിലാണ് എം ടിയുടെ ഡയലോഗുകൾ. ലോഹിദാസിന്റെ ഡയലോഗുകൾക്ക് വേറൊരു തരത്തിലാണ്. അതായത് പുള്ളി സാധാരണക്കാർ ഇപ്പൊ വാത്സല്യം സിനിമയൊക്കെ നമുക്ക് വാത്സല്യത്തിലെ ഡയലോഗുകൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഒരു സാധാരണക്കാർ സംസാരിക്കുന്ന, അതായത് വീട്ടിൽ സംസാരിക്കുന്ന തരത്തിലുള്ള ഡയലോഗുകൾ. എന്നാൽ അത് റിയലിസ്റ്റിക് ആണോ എന്ന് വെച്ചാൽ റിയലിസ്റ്റിക് ആണ്, എന്നാൽ അതിനോടൊപ്പം തന്നെ സിനിമാറ്റിക്കും ആണ്. നമ്മൾ ആ ഡയലോഗുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ തനിയാവർത്തനത്തിൽ തന്നെ ഏതോ ഒരു ഡയലോഗ് ലോഹിദാസ് പറഞ്ഞു, അത് മാറ്റാൻ പറ്റില്ല. കാരണം അത് അങ്ങനെയാണ് ആ ക്യാരക്ടർ സംസാരിക്കേണ്ടത്. അത് പഴയ റൈറ്റേഴ്സൊക്കെ അങ്ങനെയാണ്. അവരൊരു ഡയലോഗ് എഴുതി കഴിഞ്ഞാൽ ഇന്ന് പിന്നെ കൂടുതൽ നമ്മൾ കാണുക ആക്ടേഴ്സിന്റെ ഇംപ്രവൈസേഷൻ. അന്നും ഇംപ്രവൈസേഷനൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഇവരൊരു ഫുള്ള് എഴുതി വെച്ചിട്ടുണ്ടാവും. പിന്നെ ഇവർക്കൊക്കെ ഒരു ബാക്ക് സ്റ്റോറി നമ്മൾ സിനിമയിൽ കണ്ടില്ലെങ്കിലും ഇവർക്കൊക്കെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാവും. ഇപ്പോൾ വാത്സല്യം സിനിമയിൽ മമ്മൂക്കയുടെ കഥാപാത്രം എത്രാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് അറിയോ? അത് ആ സിനിമയിൽ പറയുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ആ സുന്ദരദാസ് ആണോ ആരോ ഒരാൾ എവിടെയോ പറഞ്ഞിട്ടുണ്ട്. ലോഹിദാസിന്റെ അടുത്ത് വെറുതെ ഒരു കാഷ്വൽ ടോക്കിൽ ചോദിച്ചു, ഈ മേലെടുത്ത് രാഘവനാർ എത്രാം ക്ലാസ് പഠിച്ചു പറഞ്ഞപ്പോൾ ഒരു അരമണിക്കൂർ അതിന്റെ ഹിസ്റ്ററിയാണ്. അതായത് ഇന്ന ക്ലാസ്സിൽ ഇന്ന മാഷ് പഠിപ്പിച്ചിരുന്ന സമയത്താണ് ഈ മേലെടുത്ത് രാഘവനാരുടെ അച്ഛൻ മരിച്ചത്. അത് പറഞ്ഞു വന്ന ഒരു പോസ്റ്റ്മാൻ എന്തോ പറഞ്ഞു. അപ്പോൾ അതായത് ബാക്ക് സ്റ്റോറി സിനിമയിൽ പറയുന്നില്ല, പക്ഷെ ബാക്ക് സ്റ്റോറി ഉണ്ട്. പക്ഷെ ആ ഒരു ബാക്ക് സ്റ്റോറിയുടെ ഇമ്പാക്ട് ആ ക്യാരക്ടറിന് കൊടുത്തിരിക്കും. നമുക്കത് ഫീൽ ചെയ്യുന്ന തരത്തിൽ. അതാണ് മമ്മൂക്ക പറഞ്ഞത്, ഞാൻ എന്ത് ചോദിച്ചാലും ആൾക്ക് അതിന് ഉത്തരം ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ പല നടന്മാർക്ക് ഒരു ബ്രേക്ക് കൊടുത്ത എഴുത്തുകാരനാണ്. അതിൽ ഏറ്റവും വലിയ ഒരു ഉദാഹരണം പറയേണ്ട മുരളി. നമുക്കറിയാം മുരളി ക്യാരക്ടർ റോളുകളും വില്ലൻ റോളുകളും ഒക്കെ ചെയ്ത് വെലസി നിന്നിരുന്ന നടൻ. ശരിക്കും നായക വേഷത്തിൽ ഒരു മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു നായകനായ സിനിമയാണ് ആധാരം. ആധാരം എന്ന് പറയുന്ന സിനിമ. ഈ ആധാരം എന്ന് പറയുന്ന ഒരു സിനിമ ശരിക്കും അന്ന് 100-150 ദിവസം ഓടിയ സിനിമയാണ് ആ കാലത്ത്. ഈ ആധാരത്തില് ബാപ്പുട്ടി എന്നാണ് ആ മുരളിയുടെ ക്യാരക്ടറിന്റെ പേര്. ഇത് ആക്ച്വലി ലോഹിദാസ് എന്നോ മനസ്സിൽ എഴുതി വെച്ചിരുന്ന ഒരു കഥയായിരുന്നു. അന്ന് മമ്മൂക്കയായിരുന്നു. അതായത് മമ്മൂക്ക പലപ്പോഴും എനിക്ക് തോന്നുന്നു അമരവും പാതയം കുറെ സിനിമകൾ ആ സമയത്ത് മമ്മൂക്കയുടെ ചെയ്തിരുന്നു. ഈ ലോഹിതദാസിന്റെ കുറെ മൂവീസ് മമ്മൂക്ക ചെയ്തിട്ടുണ്ട്. മമ്മൂക്കയ്ക്ക് ഭയങ്കര ആത്മബന്ധമുള്ള ഒരു എഴുത്തുകാരനായിരുന്നു ലോഹിദാസ്. കാരണം മമ്മൂക്ക തന്നെയാണ് ഒരിക്കൽ ഒരു സിനിമ പ്ലാൻ ചെയ്തപ്പോൾ പറഞ്ഞ ആ ബാപ്പുട്ടിയുടെ കഥ നമുക്കൊന്ന് ചെയ്യണം. മമ്മൂക്കയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ആ സമയത്ത് മമ്മൂക്കയുടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പെട്ടെന്ന് ഒരു സിനിമ പ്ലാൻ ചെയ്യണം, മുരളി നായകനാവണം, അങ്ങനെ വന്നതാണ് ആധാരം. അത് മുരളി ഗംഭീര, മുരളിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമയായിരുന്നു അത്. അതിന് നമുക്കറിയാം സല്ലാപ് അതുവരെ ചെറിയ റോളുകളൊക്കെ ചെയ്തിരുന്ന ദിലീപ് സല്ലാപത്തിലാണ് ശരിക്കും ഒരു ബ്രേക്ക് കിട്ടണത്. മഞ്ജു വാര്യർ ഒരു സല്ലാപത്തിൽ വന്നു. കുറെ പേരെ നമുക്ക് പറയാം. പിന്നെ പുള്ളി അത് കഴിഞ്ഞിട്ടാണ് ഒരു ഭൂതക്കണ്ണാടിയാണ് പുള്ളി സംവിധായകനാവണത്. അതിനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ലോഹിദാസ് നാഷണൽ അവാർഡ് കിട്ടുന്ന ഭൂതക്കണ്ണാടിയാണ്. അതായത് പുള്ളി സ്ക്രിപ്റ്റ് എഴുതിയിട്ടും എനിക്ക് തോന്നുന്നു മികച്ച കഥയ്ക്കുള്ള തനിയാവർത്തനത്തിനൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും അധികം പുരസ്കാരങ്ങൾ സംസ്ഥാന തലത്തിൽ ലോഹിദാസിന് കിട്ടിയിട്ടില്ല. പക്ഷെ നാഷണൽ അവാർഡ് ഭൂതക്കണ്ണാടിക്ക് കിട്ടി, സ്റ്റേറ്റ് അവാർഡും ഭൂതക്കണ്ണാടിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്കൊന്ന് മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് ഭൂതക്കണ്ണാടിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ പക്ഷെ സംവിധായകനായപ്പോൾ പറ്റിപ്പോയത് അതുവരെ ഒരു വർഷം മിനിമം 2 സിനിമയൊക്കെ എഴുതിയിരുന്ന ഒരാളാണ്. സംവിധായകനായപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു തിരക്കായി മറ്റ് സംവിധായകർക്ക് വേണ്ടി എഴുത്ത് കുറഞ്ഞു. ഇപ്പോൾ 97 ഭൂതക്കണ്ണാടി സംഭവിക്കുന്നു. 2009 ലോഹിദാസ് മരിക്കുന്നത്. അതിന് മുമ്പ് അവസാനത്തെ സിനിമ
2007 നിവേദിയാണ്. ഈ ഒരു 10 വർഷത്തിന്റെ ഗ്യാപ്പിലിടയ്ക്ക് എനിക്ക് തോന്നുന്നു സത്യൻ അന്തിക്കാടിന് വേണ്ടിയാണ് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എഴുതി കൊടുത്തത്. അതായത് വേറൊരു സംവിധായകന് സ്വന്തമായിട്ട് സംവിധായകനായ ശേഷം വേറൊരു സംവിധായകന് എഴുതി കൊടുത്തത് സത്യൻ അന്തിക്കാടിനാണ്. അത് അവര് തമ്മിൽ വേറൊരു ആത്മബന്ധമുണ്ട്. ലോഹിതാസിന്റെ ഭാര്യ ഈ അടുത്ത് പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, സിബി മലയിലായിട്ടാണ് ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ളത്, സത്യൻ അന്തിക്കാടിനായിട്ടാണ് പക്ഷെ വളരെ ഒരു പേഴ്സണൽ ബന്ധമുണ്ട്. അതായത് അവരെ തമാശയ്ക്ക് അവർ രണ്ടുപേരും ഒരുമിച്ച് കഴിഞ്ഞാൽ കോളേജ് പിള്ളേരെ പോലെയാണ് അവർ തമാശയൊക്കെ പറഞ്ഞ് നടന്ന്. കാരണം ഇതേപോലെ ലോഹിദാസിന്റെ ഈ ചകോരം എന്ന് പറയുന്ന സിനിമ, ഈ പറയുന്ന ലോഹിദാസിന്റെ ഒരു അസോസിയേറ്റിന്റെ MA വേണുവിന്റെ സിനിമ, ആ സിനിമ ശരിക്കും അന്ന് ഫ്ലോപ്പായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചകോരം ഇറങ്ങിയ സമയത്ത് എന്തോ ഒരു സമരോ ഹർത്താലോ അങ്ങനെ കുറച്ച് ദിവസം എന്തോ ഒരു ഇഷ്യൂ സമയത്താണ് ചകോരം ഇറങ്ങുന്നത്. തിയേറ്ററിൽ ഫ്ലോപ്പായി. ചകോരം ഫ്ലോപ്പായത് ലോഹിദാസിന് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ പുള്ളിത്തൊരു ഡെസ്പോക്ക് അടിച്ചിട്ട് ഇരിക്കുന്ന ഒരു സമയത്താണ് സത്യൻ അന്തിക്കാടിനും ആ സമയത്ത് അധികം ഹിറ്റുകളില്ല. സത്യൻ അന്തിക്കാട് ശരിക്കും തലയണ മന്ത്രം എന്ന് പറയുന്ന സിനിമ 90-ന് ശേഷം പിന്നെ കുറേ സിനിമകൾ ഉണ്ടെങ്കിലും അതൊന്നും അങ്ങനെ ബ്ലോക്ക് ബസ്റ്റർ അല്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞ പിൻഗാമി അല്ലെങ്കിൽ ലോഹിദാസിനായിട്ട് തന്നെ കനൽക്കാറ്റ് എന്ന് പറയുന്ന സിനിമ ചെയ്തു, മമ്മൂക്കയുടെ സിനിമ ചെയ്തു, ഇപ്പോ മൈ ഡിയർ മുത്തശ്ശൻ, കുറെ സിനിമകളൊന്നും അങ്ങനെ ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടില്ല. നമ്മള് ആഘോഷിക്കുന്ന പടങ്ങൾ അപ്പൊ ബ്ലോക്ക് ബസ്റ്റർ പോലെ. ശരിക്കും സന്ദേശം എന്ന തിയേറ്ററിൽ വൻ വിജയമല്ല. സന്ദേശം ഒന്നും അങ്ങനെ ഒരു നാടോടിക്കാറ്റ് പോലെ അന്ന് തിയേറ്ററിൽ ആഘോഷിച്ച സിനിമയല്ല. അപ്പൊ സത്യൻ അന്തിക്കാടിനും ഇത്തിരി ക്ഷീണത്തിലിരിക്കുകയാണ്, ലോഹിദാസും ക്ഷീണത്തിലിരിക്കുകയാണ്. അപ്പൊ ലോഹിദാസിന് ആ സമയത്ത് എന്തോ വീട് പണി നടക്കുകയോ അങ്ങനെ എന്തോ പൈസയ്ക്കോ ആവശ്യമുണ്ട്. സത്യൻ അന്തിക്കാട് വന്നിട്ട് പറഞ്ഞു ഒരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് അഡ്വാൻസ് എന്തോ കൊടുത്തു. ആ അഡ്വാൻസ് അന്ന് ലോഹിദാസിന് വളരെ ആവശ്യമായിരുന്നു. പിന്നെ ഇവർ ഒരുമിച്ച് നമുക്കൊരു സ്ക്രിപ്റ്റ് ഒക്കെ പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒന്നും കഥ അവിടെ നിന്ന് കിട്ടണില്ല എന്ന് പറഞ്ഞ് ഇവർ ഒരുമിച്ച് പോണ്ടിച്ചേരിക്കോ എവിടെയോ പോയി. അങ്ങനെ ഇവർ പോയി അവിടെ കുറച്ച് സംസാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ തൂവൽ കൊട്ടാരത്തിന്റെ കഥ. സത്യൻ അന്തിക്കാടിന്റെ തൂവൽ കൊട്ടാരം വളരെ ബ്രേക്കായി. ജയറാമിനും നമ്മൾ ഇന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ജയറാമിന് ഒരു സോളോ ഹീറോ, അതിനു മുമ്പ് മേലെപ്പറമ്പിൽ ആൺവീടും അനിയൻ ബാവ ചേട്ടൻ ബാവയും പുതുക്കോട്ടയിലെ മുടമാതവാണൻ ഇങ്ങനെ കുറെ സിനിമകളുണ്ട്. പക്ഷെ ജയറാമിന് ഒരു സോളോ ഹീറോ ആയിട്ട് ഒരു മാർക്കറ്റ് വാല്യൂ വരുന്ന ഒരു സിനിമ തൂവൽ കൊട്ടാരമായിരുന്നു. അതിന് എനിക്കൊണ്ട് ക്രിട്ടിക്സ് അവാർഡ് എന്തൊക്കെ അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ജയറാമിന്. ഉണ്ണികൃഷ്ണന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. മഞ്ജു വാര്യർ ആദ്യമായിട്ട് ഡബ് ചെയ്തത് ആ സിനിമയ്ക്കാണ്, സല്ലാപം കേട്ട് ചെയ്തത്. അപ്പോൾ ലോഹിദാസിന്റെ സിനിമകളിലൂടെ അതായത് ശരിക്കും ലോഹിദാസ് ഒരു രക്ഷകൻ തന്നെയായിരുന്നു. ഈ ലോഹിതദാസ് എന്ന് പറയുമ്പോൾ പിന്നെ എനിക്ക് മനസ്സിലോട്ട് വരുന്നതാണ് നമ്മുടെ ലാലേട്ടൻ്റെ ഐക്കോണിക് ക്യാരക്ടർ, കിരീടം, ചെങ്കോൽ, ഇതെല്ലാം. അടുത്ത ആ ഒരു ഇപ്പൊ നമ്മൾ തമാശക്കാണ് ആ ഡയലോഗ് ഉപയോഗിക്കുന്നതെങ്കിലും ഇപ്പത്തെ പിള്ളേർക്കും അറിയാവുന്ന ഒരു ഡയലോഗാണ് കത്തി താഴെടാന്നൊക്കെ പറയുന്നത്. അത് തമാശക്കാണെങ്കിൽ പോലും ഇപ്പത്തെ പിള്ളേര് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഡയലോഗാണ്, നിന്റെ അച്ഛനെ പറയുന്ന കത്തിത. പക്ഷെ ആ സമയത്ത് നമുക്ക് ആ സിനിമ കാണുമ്പോഴും ഇമോഷണലി തിലകൻ ചേട്ടനാണെങ്കിലും ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ആ മോഹൻലാൽ അച്ഛൻ മകൻ ആ ഫീലും ആയിട്ട് കഥയുടെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഫീല് കിട്ടും. അപ്പോൾ ഈ അടുത്ത് ഞാൻ ഒരു പോസ്റ്റ് കണ്ടതായിരുന്നു, ചെങ്കോലിലാണെന്ന് തോന്നുന്നു, ഈ എല്ലാം നഷ്ടപ്പെട്ട് വരുന്നു, എന്താ പറയാ വില്ലനായ മോൻ, അത്രയും പോലീസ് ആവേണ്ട മോൻ ഇപ്പൊ ഒരു റൗഡിയായി. അപ്പൊ പൈസയുടെ വന്നിട്ട് എന്താ പറയാ തിലകൻ അച്ഛൻ പെങ്ങളെ ഇങ്ങനെ പ്രോസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് ആ ഒരു അയക്കുന്നത്. അപ്പൊ പലരും പറഞ്ഞു അതൊരു ഒരു ഫോൾട്ടാണ് ലോഹിതദാസിന്റെ ആ ക്യാരക്ടറിന്. അത് അന്ന് കുറെ പേർക്ക് അംഗീകരിക്കാൻ പറ്റിയിരുന്നില്ല. ആ സിനിമ ഒരു ഫ്ലോപ്പ് ആയിരുന്നു അന്ന്. ഈ ഒരു റീസൺ കൊണ്ടാണ് അത് ഫ്ലോപ്പ് ആവാൻ കാരണം. പിന്നെ അതിന്റെ ചെങ്കോലിന്റെ ഒരു പ്രത്യേകതയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ അതിനുശേഷം ഈ അടുത്തൊക്കെ ചർച്ചകൾ വന്നിരുന്ന കിരീടം സിനിമയിലെ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ ചെങ്കോലിൽ വന്നപ്പോൾ നെഗറ്റീവായി, കിരീടത്തിലെ നെഗറ്റീവ് ആളുകൾ ചെങ്കോലിൽ പോസിറ്റീവായി. അതായത് ഇപ്പൊ ലാലേട്ടനും അതുപോലെ തന്നെ നമ്മുടെ തിലകൻ സാറിന്റെ ഒക്കെ ക്യാരക്ടർ ഈ ഇതിലെ ചെങ്കോലിൽ വന്നു കഴിഞ്ഞപ്പോ അവരൊക്കെ നെഗറ്റീവായി. കിരീടത്തിൽ കൊടും വില്ലനായിരുന്ന ജോണി, രണ്ട് കൈയും പോയിട്ടൊരു പാവം ക്യാരക്ടറാണ് ചെങ്കോലില്. കീരിക്കാടൻ ജോസിനെ നമ്മൾ അതിൽ ക്രൂരനായി കണ്ടു, ഇതിൽ അദ്ദേഹത്തിൽ ഒരു പോസിറ്റീവ് അംശം. അപ്പൊ നേരെ ഒരു ഉൾട്ടയാണ് അതില് വന്നിരിക്കുന്നത്. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ അത് പ്രേക്ഷകർക്ക് അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും ലൈഫ് ചേഞ്ച് ആവുമല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സ്ക്രിപ്റ്റ്. അല്ലെങ്കിൽ ഇപ്പൊ തിലകൻ എന്ന് പറയുന്നത് അത്രയും റെസ്പോൺസിബിൾ അല്ലെങ്കിൽ അത്രയും പ്രൗഡ് ഫാദർ ആയിട്ട് എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് എത്തിയത് എന്നൊരു ക്യാരക്ടറൈസേഷൻ കൊടുത്തതായിരിക്കും. അപ്പൊ ഞാൻ നോക്കിയപ്പോ ആ പോസ്റ്ററുകളൊക്കെ ഭയങ്കരമായിട്ട് തിലകന്റെ ലോഹിതദാസിന്റെ പടം മീൻസ് ചെങ്കോല് ഫ്ലോപ്പ് ആകാൻ കാരണം ഈ തിലകന്റെ ക്യാരക്ടർ
ഇങ്ങനെ അന്ന് കുറെ പേർക്ക് അത് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. അത് സിനിമയ്ക്ക് അകത്തുള്ളവർ തന്നെ പിന്നീട് അത് പറഞ്ഞിട്ടുണ്ട്, അന്ന് അവർക്കൊന്നും അത് കണ്ടിട്ട് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത്. പക്ഷെ എനിക്കൊണ്ട് ലോഹിദാസിനൊക്കെ വളരെ സിൻസിയറായിട്ട് എഴുതിയ സ്ക്രിപ്റ്റ് തന്നെയാണ്. പിന്നെ ലോഹിദാസിന്റെ വേറെ കഴിവാണ് നിമിഷ നേരം കൊണ്ട കഥ. അതായത് ഇപ്പൊ ഭാരതത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ, ഭാരതം ഷൂട്ട് ഡേറ്റ് എല്ലാം ഫിക്സ് ചെയ്തിട്ട് 2 ദിവസം മുമ്പാണ് അവർ ആദ്യം പ്ലാൻ ചെയ്തിരുന്ന ഒരു കഥ ഉണ്ടായിരുന്നു, ഒരു അച്ഛനും മകന്റെയും കഥ. ആ സിനിമ പോലെ വേറൊരു സിനിമ അതിന് മുമ്പ് റിലീസായിട്ടുണ്ടായിരുന്നപ്പോൾ പെട്ടെന്ന്, അതായത് അന്ന് രാവിലെ ഒരു 10 മണി മുതൽ ഒരു ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോഴേക്കും ഇവർ പുതിയൊരു കഥ ഉണ്ടാക്കി എടുത്തതാണ് ഭരതം. അത് ശരിക്കും സിബിമലയിലെ ഫാമിലിയിൽ സംഭവിച്ച ഒരു ഇൻസിഡന്റ് ആണ്. അതായത് ഒരു ചേട്ടൻ മരിച്ചത് അറിഞ്ഞിട്ട് അത് പുറത്ത് പറയാതെ കല്യാണം നടത്തിയ ഒരു ഇൻസിഡന്റിന് ബേസ് ചെയ്തിട്ട് ഇവരങ്ങ് ഡെവലപ്പ് ചെയ്ത് ഒരു ഉച്ചയാകുമ്പോഴേക്കും ഒരു ഡെവലപ്പ് ചെയ്ത കഥയാണ് ഭരതം. പക്ഷെ അന്ന് 91 അവർ ആദ്യം വന്ന് ഉദ്ദേശിച്ചിരുന്ന കഥ വർഷങ്ങൾക്ക് ശേഷം ലോഹിദാസ് വേറെ തരത്തിലെടുത്തു. അതാണ് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ. അത് വേറെ തരത്തിൽ ജയറാം തിലകൻ എന്നുള്ള രീതിയിൽ എടുത്തു. അപ്പൊ പിന്നെ പക്ഷെ 2000 ശേഷം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ ലോഹിദാസിന്റെ സിനിമകളുടെ എണ്ണം കുറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ലോഹിദാസ് കസ്തൂരിമാന്റെ തമിഴ് ചെയ്തു. തമിഴ് പക്ഷെ അവിടെ പുള്ളിക്ക് വളരെ ബാധ്യതയായിരുന്നു. അത് നിർമ്മിച്ചത് ലോഹിദാസ് തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു ബാധ്യതയാണ് അതുവരെ ഉണ്ടാക്കിയതൊക്കെ നഷ്ടപ്പെട്ടതെന്ന് തോന്നുന്നു. കാരണം അതിന് ശേഷം നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലോഹിദാസിന് അധികം സിനിമ ഒരു നിവേദ്യം മാത്രമേ കണ്ടുള്ളൂ. ഈ കസ്തൂരിമാൻ ഇവിടെ ഹിറ്റായിരുന്നു, അവിടെ അത് ഫ്ലോപ്പായി. അതെനിക്ക് അതൊരു ആ സമയത്ത്. പക്ഷെ കസ്തൂരിമാന്റെ തമിഴിന് അവിടെ എന്തോ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് അവിടെ എന്തോ ഒരു പ്രളയോ അങ്ങനെ എന്തോ സമയത്താണ് അത് ഇറങ്ങിയത്. അത് ഒരൊറ്റ ദിവസം കൊണ്ട് അത് വാഷ് ഔട്ട് ആയ പോലത്തെ അവസ്ഥയായിരുന്നു. അത് ലോഹിദാസിനെ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. പക്ഷെ അവസാനമായപ്പോൾ എനിക്ക് തോന്നുന്നു ലാലേട്ടന്റെ ഡേറ്റ്, അതായത് ലാലേട്ടനെ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഭീഷ്മ അങ്ങനെ എന്തോ ആയിരുന്നു ഒരു സിനിമ പ്ലാൻ ചെയ്തിരുന്നു ലാലേട്ടനെ വെച്ചിട്ട്. അത് ഓണാവേണ്ടതായിരുന്നു. അതേപോലെ സല്ലാപം ടീം വീണ്ടും ഒന്നിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു സുന്ദർദാസ്, ദിലീപ്, ലോഹിദാസ്, അത് എല്ലാം അതെനിക്കുള്ളത് ദിലീപൊക്കെ പോയിട്ട് അഡ്വാൻസ് ഒക്കെ കൊടുത്ത് എല്ലാം അങ്ങനെ സെറ്റായി നിൽക്കുന്ന സമയത്താണ് മരിച്ചുപോയത്. അപ്പോൾ ലോഹിദാസിന്റെ സിനിമകൾ കാണാത്ത ഒരിക്കലും നമ്മുടെ TV ചാനലുകൾ വെച്ച് കഴിഞ്ഞാൽ ഒരു ലോഹിദാസ് സിനിമയെങ്കിലും ഇല്ലാത്ത ഒരു ദിവസമില്ല. നമ്മളൊരു റീലുകൾ കാണുകയാണെങ്കിൽ ഒരു ലോഹിദാസിന്റെ ഒരു സിനിമകൾ ഒരു ഡയലോഗും ഇല്ലാത്ത ഇപ്പൊ പലരും ഇങ്ങനെ പറയുന്ന കുറെ ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഇപ്പൊ വാത്സല്യത്തിന്റെ മമ്മൂക്കയുടെ ക്യാരക്ടർ, കിരീടത്തിന്റെ ലാലേട്ടന്റെ ക്യാരക്ടർ, ഇതൊക്കെ ആണെങ്കിൽ ഇപ്പൊ നമ്മള് വാഴ്ത്തപ്പെടുന്ന ക്യാരക്ടർ അപ്പൊക്കെ ഈ ആരാണ് സൃഷ്ടിച്ചതെന്ന് പലർക്കും അല്ല. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു ലോഹിദാസ് ഡയറക്ടർ ആവാൻ തന്നെ കാരണം. അതായത് അദ്ദേഹം 87 വന്ന് 97 വരെ റൈറ്ററായിട്ട് നിന്ന് ഡയറക്ടർ ആവാൻ തന്നെ കാരണം ഞാൻ അവിടെ വായിച്ചിട്ടുണ്ട്. അതായത് പല സദസ്സുകളിലും പുള്ളിക്ക് വേണ്ടത്ര അംഗീകാരങ്ങൾ കിട്ടിയിട്ടില്ല. അതായത് ഒരു സൃഷ്ടിച്ച ഒരു എഴുത്തുകാരന് വിചാരിച്ചൊരു അംഗീകാരം കിട്ടാത്തത് കൊണ്ട്, അതായത് ഇന്ന് പിന്നെയും മാറ്റങ്ങളുണ്ടെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹം അന്ന് പറഞ്ഞിരുന്ന അദ്ദേഹത്തിന്റെ ഒരു ചിന്ത, ഒരു തിരക്കഥാകൃത്തിന് വേണ്ടത്ര അംഗീകാരം കിട്ടാത്തത് കൊണ്ട് തിരക്കഥാകൃത്തിന്റെ മേളിലാണ് സംവിധായകന് കൊടുക്കുന്ന ഒരു റെസ്പെക്ട്. അതുകൊണ്ടാണ് അദ്ദേഹം സംവിധായകനും കൂടിയായി മാറിയെന്നാണ് പറഞ്ഞത്. പക്ഷെ അദ്ദേഹം സംവിധായകനായിട്ടും ഒരുപാട് നല്ല കറക്റ്റ് ആണെന്ന് തോന്നുന്നു എനിക്ക്. ഇപ്പൊ കഥ സൃഷ്ടിച്ച ആളുടെ അത്രയും, കാരണം എപ്പോഴും സിനിമയുടെ അവസാന ടൈറ്റിൽ അല്ലെങ്കിൽ മെയിൻ ആയിട്ട് ഫിലിം ബൈ എന്നൊരു സംവിധായകന്റെ പേരാണ് എഴുതി കാണിക്കുന്നത്, എഴുത്തുകാരന്റെ പേര്. അത് സംവിധായകൻ ഒരു സിനിമയുടെ കപ്പിത്താൻ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ആളെന്നൊക്കെ പറയും. പക്ഷെ സോൾ എന്ന് പറയുന്ന എപ്പോഴും റൈറ്റേഴ്സ് ആയിരിക്കും. അത് എനിക്കും തോന്നുന്നത് കുറച്ച് നമ്മള് ലൈക്ക് കുറച്ചും കൂടെ ആ ഒരു പൊസിഷന് കുറച്ചുകൂടെ വാല്യൂ കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന്. ഈ നമ്മൾ സാധാരണക്കാർക്ക് എത്തുമ്പോൾ ഇന്ന ആളുടെ സംവിധാനത്തിന്റെ പടം ഇന്ന ആൾ അഭിനയിക്കുന്നു അങ്ങനെയല്ലേ മിക്കപ്പോഴും അറിയാറ്. ബാക്കിൽ ആരാ ഉള്ളേ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ആരാ ഉള്ളേ എന്നൊക്കെ ഉള്ളത് ഈ നമ്മളെ പോലെ സിനിമേനും അത്രയും ഡീപ്പായിട്ട് സംസാരിക്കുന്ന ആൾക്കാരെ ഡിസ്കസ് ചെയ്യാറുള്ളൂ തോന്നുന്നു അല്ലേ. അപ്പൊ എന്തായാലും ഇപ്പോ 16 വർഷം ആയി അദ്ദേഹം മരിച്ചിട്ട്. പക്ഷെ ഇപ്പോഴും സിനിമകൾ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് ലോഹിദാസിന്റെ സിനിമകൾക്ക് മരണമില്ല. ലോഹിദാസിനെ എന്താ പറയാ എന്നും പ്രേക്ഷകര് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് സിറ്റുവേഷനിലും എന്താ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ഉണ്ടാക്കി വെച്ചേക്കണം. അതുകൊണ്ട് ഒരിക്കലും ഇപ്പൊ പറയുന്നത് സാധാരണക്കാരന്റെ അവസ്ഥയെ പ്രത്യേകിച്ച് എടുത്തു വെച്ചോണ്ട് തന്നെ ഏതൊരാൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും ആ ക്യാരക്ടേഴ്സ് ഒക്കെ. അദ്ദേഹം നല്ലൊരു നടന്നു വരുന്നു. നമുക്ക് ഉദയനാണതാരം പോലത്തെ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അഭിനയ രംഗത്ത് സജീവമായേനെ. ഇപ്പോഴത്തെ ഡയറക്ടേഴ്സ് ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളൊക്കെയാണ് തകർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ലോഹിദാസിന്റെ നിങ്ങളുടെയൊക്കെ ഇഷ്ടപ്പെട്ട സിനിമകൾ നിങ്ങൾ നമ്മളോട് പറയാം. നമ്മൾ വരുന്നതാണ്. അപ്പൊ അതുവരെ ബൈ.